ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിമന്യ പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, ആത്മായ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കേരള ലത്തീൻ കത്തോലിക്ക സമിതിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും KRLCC പ്രസിഡൻ്റ് എന്ന നിലയിലുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാരതീയ ലത്തീൻ കത്തോലിക്ക സഭ ഒരു പാസ്റ്ററൽ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ 132 ലത്തീൻ കത്തോലിക്ക രൂപതകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണത്. എല്ലാ രൂപതകളിലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പാസ്റ്ററൽ പ്ലാൻ ഫോർ ഇന്ത്യ എന്നുള്ള കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ 2033 നമ്മൾ സഭ മഹാജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഭ എന്തായിരിക്കണം, നമ്മുടെ സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഈ പാസ്റ്ററൽ പ്ലാൻ ഫോർ ഇന്ത്യ എന്നുള്ള കാര്യം എല്ലാ ഇടവകളിലും വിളിച്ചു പറഞ്ഞ് നവംബർ മാസം 24 ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിനം എല്ലാവരെയും അവബോധത്തിലേക്ക് കൊണ്ടുവരണമെന്നും അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഈ പാസ്റ്ററൽ പ്ലാൻ ഫോർ ഇന്ത്യ എന്നുള്ള പുസ്തകം ഇതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണണം. CCBIയിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. നമുക്കിത് വാങ്ങാൻ കിട്ടും. എങ്ങനെ സഭ എങ്ങനെ ആയിരിക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ സിനഡിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായ്മ, പങ്കാളിത്തം, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയെ എങ്ങനെ ഒരു സിനഡാത്മക സഭയായിട്ട് ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു സഭയായിട്ട് വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പാസ്റ്ററൽ പ്ലാനിൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇടവകളെ, നമ്മുടെ രൂപതകളെയൊക്കെ ശക്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓർമ്മിക്കുക, പാസ്റ്ററൽ പ്ലാൻ ഫോർ ഇന്ത്യ മിഷൻ 2033. ഈ കാര്യം വൈദികരും സന്യസ്തരും അൽമായരും മെത്രാന്മാരും എല്ലാവരും അറിയിച്ചുകൊണ്ട് ഒരു പുതിയ സിനഡാത്മകതയിലേക്ക് നമ്മുടെ സഭയെ കൊണ്ടുവരാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.